ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഉഷ ടീച്ചർ. ഇത് ഒരു ചെറിയ മെസ്സേജാണ്. നിങ്ങൾ ധാരാളം കേട്ടിട്ടുള്ള മെസ്സേജാണ്. ഇത് ഒരു വ്യത്യസ്ത രീതിയിൽ പ്രസൻറ്റ് ചെയ്യണമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. അതിന് സാധിച്ചില്ല. ഒരു 1.5 വർഷത്തിന് മുൻപ് ഇത് ഞങ്ങളൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ചെയ്യാൻ തീരുമാനിച്ചിരുന്നതാണ്. ഞങ്ങൾ ആൾറെഡി ഒരു മുത്തച്ഛനും മുത്തശ്ശിയാണെങ്കിലും ആ ക്യാരക്ടറിന് വേണ്ടി കുറച്ചുകൂടി ഞങ്ങൾ മുടിയൊക്കെ നരപ്പിച്ച് അതിന് തക്ക വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് വീഡിയോയ്ക്ക് തയ്യാറെടുത്തപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു. അങ്ങനെ ഞങ്ങളത് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ പിന്നീട് അതെടുക്കാൻ ദൈവം ഞങ്ങളെ അനുവദിച്ചതുമില്ല. അതുകൊണ്ട് അത് ഞാനൊരു കഥയായി ഇവിടെ പറയാമെന്ന് കരുതുകയാണ്. വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഭാര്യയോടും കുഞ്ഞിനോടും എന്തൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് വരേണ്ടത് എന്ന് ചോദിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ അവർ പറയുന്നു. എന്നാൽ മകനെ യാത്രയാക്കാനായി വീടിന് മുന്നിലെത്തിയ അദ്ദേഹത്തിൻ്റെ അച്ഛനോടോ അമ്മയോടോ ഒന്നും ചോദിക്കാതെ അദ്ദേഹം പോകുന്നു. അച്ഛനും അമ്മയും പരസ്പരം നോക്കുന്നു. ആ സമയത്ത് ആ കുഞ്ഞ് ഓടിച്ചെന്ന് അച്ഛനോട് എന്തൊക്കെയോ രഹസ്യങ്ങൾ പറയുന്നുണ്ട്. വൈകുന്നേരമായപ്പോഴേക്കും ആ മകൻ വീട്ടിലേക്ക് മടങ്ങിയെത്തി. അദ്ദേഹം കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ ഭാര്യയ്ക്കും മകൾക്കും കൊടുക്കുന്നു. ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ രണ്ടുപേരോടും ചോദിക്കുന്നുമുണ്ട്. ഇതിനിടെ അച്ഛൻ കൊണ്ടുവന്ന ഐസ്ക്രീം അച്ഛനും അമ്മയ്ക്കും ഈ കുഞ്ഞു കൊണ്ടു കൊടുക്കുന്നു. അവർ അത് സന്തോഷത്തോടെ നുണയുന്നു. അത് കഴിക്കുന്നതിനിടയിൽ അച്ഛൻ പറഞ്ഞു, നമ്മൾ മോനെ മനസ്സിലാക്കിയില്ലല്ലോ, അവൻ നമ്മുടെ ആഗ്രഹം മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ അമ്മ, പാവം, അവനെ നമ്മൾ തെറ്റിദ്ധരിച്ചു. മരുന്ന് വേണമെന്ന് പറഞ്ഞാൽ പോലും തിരക്കിനിടയിൽ മക്കൾ മറന്നുപോകുന്ന കാലമാണിത്. എന്തായാലും അവൻ നമ്മളെ ഓർത്തല്ലോ. അപ്പോഴേക്കും മോളെ മോളെ എന്ന ചെറുപ്പക്കാരൻ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, നിൻ്റെ ഐസ്ക്രീം അലിഞ്ഞു പോകുമേ, അതെടുത്ത് കഴിക്കേ എന്ന്. കുഞ്ഞിൻ്റെ മറുപടി, അത് ഞാൻ അച്ഛനും അച്ഛമ്മയ്ക്കും കൊടുത്തു. അവർക്ക് വേണ്ടിയാണ് ഞാൻ അച്ഛനെ കൊണ്ട് അത് വാങ്ങിപ്പിച്ചത്. നമ്മൾ പുറത്തൊക്കെ പോകുമല്ലോ, പുറത്തൊക്കെ പോകുന്നുണ്ട്, ഫുഡൊക്കെ പോയി വെളിയിൽ നിന്ന് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. അവരാണെങ്കിലോ വീട്ടിനുള്ളിൽ തന്നെ കഴിയുന്നവരല്ലേ, അവർക്ക് ഇതൊക്കെ കഴിക്കാൻ ആഗ്രഹം കാണില്ലേ അച്ഛാ? മോളുടെ മുന്നിൽ തല താഴ്ത്തി ചമ്മി നിൽക്കുന്നു അച്ഛൻ. എന്നിട്ട് അദ്ദേഹം സ്വയം പതിയെ പറയുന്നുണ്ട്, എൻ്റെ മോള് വേണ്ടി വന്നു എനിക്ക് ഇതൊന്നും മനസ്സിലാക്കി തരാൻ എന്ന്. പ്രായമായവർക്ക് എണ്ണയും കുഴമ്പും കഷായവും ഒക്കെ മതിയെന്ന് ആരാ പറഞ്ഞത്? ഒരു മിഠായി കഴിക്കാനും ഒരു ഐസ്ക്രീം നുണയാനും ഒക്കെ അവർക്കും കൊതി കാണില്ലേ? ഓർത്തെടുത്ത് നമ്മൾ കൊണ്ടു കൊടുക്കുന്ന ഒരു കപ്പലണ്ടി മിഠായി ആണെങ്കിൽ പോലും അവരുടെ മനസ്സിൽ അതിന് കടലോളം കൗതുകം ഉണ്ടായിരിക്കും. ഇതുപോലുള്ള കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ നമ്മൾ സാധിച്ചു കൊടുക്കാൻ ശ്രമിക്കണം. വലിയ ബംഗ്ലാവ്, കാറ്, സമ്പത്ത്, മക്കൾ എല്ലാം ഉണ്ടായിരിക്കാം. മരുന്നൊക്കെ സമയാസമയങ്ങളിൽ വാങ്ങിച്ചു കൊടുക്കുന്നുമുണ്ടാവും. എന്നാൽ അവരുടെ ചില കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ മക്കൾ മനസ്സിലാക്കിയെന്നിരിക്കില്ല. അതൊക്കെ സാധിച്ചു കൊടുക്കണം. അവരുടെ കൈപിടിച്ച് നടത്താൻ ഒരു മകനോ മകളോ ഉണ്ടായിരിക്കണം. അതാണ് പ്രായമായവരുടെ ഏറ്റവും വലിയ സന്തോഷം. വിലയേറിയതൊന്നും അല്ലെങ്കിലും ചില ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അവർ കൊതിക്കുന്നുണ്ടാവും. അതറിഞ്ഞ് അവരെ സന്തോഷിപ്പിക്കാൻ മറക്കരുതേ. പേരൻസ് ഡോണ്ട് നീഡ് യുവർ ടീയേഴ്സ് വെൻ ദേ ഡൈ. They want your hugs, love, laughter and care while still alive. മരിക്കുമ്പോൾ കരയാതെ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് സ്നേഹവും സംരക്ഷണവും തലോടലും പരിചരണവും ഒക്കെ നൽകാൻ ശ്രമിക്കുക. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു.